കാര്യം പറയാനായിട്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനിരിക്കുന്നത്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിരിക്കുകയാണ്, ബെഡ് റെസ്റ്റിലാണ്. അപ്പം ഞാൻ വേറൊന്നും കൊണ്ടല്ല നിങ്ങളോട് പറഞ്ഞ്, ഞാൻ തെറ്റിദ്ധരിക്കില്ല ആരും. നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. നമുക്കെല്ലാവരും ഉണ്ടെന്ന് പറയും, പക്ഷെ സമയമാകുമ്പോൾ ആരും നമുക്ക് കാണത്തില്ല. വൃദ്ധക്കാർ പോലും കാണത്തില്ല, നമ്മുടെ ഒരുത്തരും കാണത്തില്ല. അപ്പോൾ നമ്മുടെ വേദനയിലും നമ്മുടെ പ്രയാസത്തിലൊക്കെ നമ്മളെ പിന്തുണയ്ക്കുന്നത് നമ്മുടെ ദൈവം മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ ഈ ലോകം ചതിക്കപ്പെടുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകം പണം എങ്ങനെ പണക്കാരുടെ എങ്ങനെ പോകണം, പണം എങ്ങനെ സമ്പാദിക്കണം, പണത്തിന്മേൽ എങ്ങനെ നീങ്ങണം, ഇങ്ങനെയുള്ള ലോകത്താണ് ജീവിക്കുന്നത്. ആരെ ചതിച്ചാൽ എങ്ങനെ ജീവിക്കാം, എങ്ങനെയുള്ള രീതിയിലാണ് ജീവിക്കുന്നത്. അപ്പം ആ ലോകത്തിലേക്ക് നമ്മളൊന്നും വഴുതി വീഴില്ലേ. അപ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മളെ ജനിപ്പിച്ച യേശുവിൽ നമ്മൾ വിശ്വാസം വെക്കുക, ഈശ്വരിൽ വിശ്വാസം വെച്ച് മുൻപോട്ട് ജീവിക്കുക. ഈശ്വരനറിയാതെ ഒന്നും സംഭവിക്കാനിട വരില്ല. ഈശ്വരൻ തരുന്ന ദൈവാനുഗ്രഹത്തിൽ മാത്രമേ നമുക്കെന്നും നിലനിൽപ്പാൻ ഇടവരത്തുള്ളൂ. ഈ പറയുന്ന വെറുതെക്കാരും നോക്കത്തില്ല, ആരും നമ്മളെ സ്പർശിച്ച് നോക്കത്തില്ല. അപ്പം ഈ ലോകം വെറും ചതിവിൻ്റേതായ ഒരു ലോകമാണ്, ചതിക്കപ്പെടുന്ന ഒരു ലോകമാണ്. അപ്പോൾ ഞാൻ ആരെയും നിഷ്പക്ഷമായിട്ട് അവിടെ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ദൈവം ആരെയും അതിനകത്ത് പറഞ്ഞിട്ടുമില്ല. ഇതെല്ലാം ഒരു മനുഷ്യന് പാഠമായിരിക്കണമെന്ന് ഞാൻ പറയുന്നു.